ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നതും ഒരു മിനി വ്ളോഗ് തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ പൂജവയ്പ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേ, നമ്മുടെ നവരാത്രി ഫെസ്റ്റിവൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ അന്നത്തെ സ്റ്റാർട്ടിംഗ് ഡേയുടെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളുമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മുടെ കരമന അമ്പലത്തിൽ നിന്നും ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ആ കാഴ്ചകൾ കാണാനായിട്ട് ഞാനും എൻ്റെ മദറിൻലോയും സിസ്റ്ററിൻലോയും കുഞ്ഞുമായിട്ട് ആ കാഴ്ചകൾ കാണാനായിട്ട് കിള്ളിപ്പാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ആ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. സോ അതെല്ലാം കഴിഞ്ഞ് തീരാറായപ്പോഴത്തേക്ക് നമ്മൾ കരുതി നമുക്ക് ചാല വഴി അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അവിടുത്തെ കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ കിള്ളിപ്പാലത്തിൻ്റെ അവിടെ കൂടെ ചാല പോകുന്ന വഴിയുണ്ടല്ലോ. സോ അവിടെ കൂടെ നമ്മൾ നടന്ന് അവിടെ മൊത്തം അകത്ത് കയറി അവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയത് കേട്ടോ. സോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എല്ലാവരും ഈ വിളക്കും തട്ടും ഒക്കെ വെച്ചിട്ട് ദേവിയെ സ്വീകരിക്കാനായിട്ടൊക്കെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ? നല്ല രസമായിരുന്നു എല്ലാം കാണാനായിട്ട്. സോ നമ്മൾ അതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. നല്ല രസമായിരുന്നു കേട്ടോ. സോ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഡേയിലെ വിശേഷങ്ങൾ. സോ ദെൻ നെക്സ്റ്റ് ഡേ നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്കും, അതായത് ഒരു അറൗണ്ട് 7 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡുമായിട്ട് നമ്മൾ പൂജപ്പുരം മണ്ഡപത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ലൈറ്റിങ്സും ആ ഫെസ്റ്റും അവിടുത്തെ സ്റ്റോൾസും ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. സോ അവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തില്ല. ഒരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നമ്മളെല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയോളൂ. ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. സോ അതിൻ്റെയൊക്കെ വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ വേറൊന്ന് പർച്ചേസ് ചെയ്യാനോ വേറെ പ്രത്യേകിച്ച് റൈഡിൽ കയറണം അങ്ങനെ ഒന്നും നമ്മൾ നോക്കിയില്ല. നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിലെത്തിയത്. സോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ നവരാത്രി ഡേയ്സ് വിശേഷങ്ങൾ കേട്ടോ. ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വിശേഷം നമ്മൾ എടുത്തില്ല. സോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് സ്മോൾ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് വീണ്ടും കാണാം. സോ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.